കണ്ണൂരിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ 60 ദിവസമായി കണ്ണൂരിൽ അനിശ്ചിതകാല സമരം നടത്തുകയാണ്. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി. എന്നിട്ടും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല. നിരവധി ചർച്ചകൾ നടന്നു, കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു, മന്ത്രിതലത്തിൽ നടന്നു. ഇതൊക്കെ തന്നെ ഒരു തലത്തിലും ഒത്തുതീർപ്പിലെത്താത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരമാണ് നടക്കുന്നത്. രാവും പകലും നഴ്സുമാർ സമരത്തിലാണ്. അവർ ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ ഉറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്ന് കഞ്ഞിയാണ് ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രയാസത്തിലാണ് ഈ നഴ്സുമാരൊക്കെ തന്നെ ഉള്ളത്. കഴിഞ്ഞ 2 മാസമായി ശമ്പളമില്ലാതെ ഇവർ ഇങ്ങനെ വെയിലും മഴയും ഒക്കെ കൊണ്ട് ഈ സമരത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ നടന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മളോടൊപ്പം ഈ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് ചേരുകയാണ്. നിങ്ങൾ പലവട്ടം ചർച്ച നടത്തി. ഈ ചർച്ചയിലൊക്കെ ഇന്ന് സമരം തീരും, നാളെ തീരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് വരുന്നില്ല. എന്താണ് തടസ്സമായി ഇപ്പോഴും പറയുന്നത്? തടസ്സമായി നിൽക്കുന്നത് 2 രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളുടെ നിലപാടാണ്. അതായത് ഈ സമരം നടത്തിയ ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാർക്കും ഞങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള ശമ്പള വർധന വരുന്നതിൽ ഞങ്ങൾ എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമരത്തിലില്ലാത്ത ഈ 2 യൂണിയനുകളും ചർച്ചകളിൽ ഇടിച്ചു കയറി വന്നിട്ട് കണ്ണൂർ ജില്ലയിലെ 38 ആശുപത്രികളിൽ നടപ്പിലാക്കുന്നുള്ള നിലപാടാണ് അവരെടുത്തേക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ സമരം നീണ്ടു പോകണം എന്നുള്ളൊരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുള്ളൊരു ആവശ്യം അവർക്കില്ല. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന മിനിമം വേജസാണ് 2026 മാർച്ച് 6 പ്രഖ്യാപിക്കപ്പെട്ടത്. ആ പ്രഖ്യാപിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ട് 3 വർഷത്തോളം എടുത്തിട്ടുള്ള ശമ്പള വർധനവ് കണ്ണൂർ ജില്ലയിലെ നഴ്സുമാരുൾപ്പെടെ ആശുപത്രി ജീവനക്കാർക്ക് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് കൊടുത്തിട്ട് അത് നടപ്പിലാക്കാതെ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി 1000 രൂപയും 1500 രൂപയും 2000 രൂപ എന്നുള്ളൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലാണ് CITU ഉൾപ്പെടെ ഇതിലൊപ്പിട്ടത്. അപ്പം മിനിമം വേജസ് സർക്കാർ 10 വർഷങ്ങൾക്ക് അടുത്ത സമയത്തെടുത്ത് പ്രഖ്യാപിച്ച മിനിമം വേജസ് തൊഴിലാളികൾക്ക് വേണ്ട എന്ന നിലപാടെടുക്കുകയും മാനേജ്മെൻറ്റിന് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം അവരെടുത്തപ്പോൾ അതിൽ ഒപ്പിടാതെ ഞങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം നിർബന്ധമായി വേണമെന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് INA സമരത്തിലേക്ക് ഇരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സമരം ചെയ്യുന്നു, അവർ സമരത്തിലില്ലാത്ത ആശുപത്രികൾ ഇത് വേണമെന്ന് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞത് ഈ 6 ആശുപത്രിയിലെ പ്രശ്നം പരിഹരിച്ചിട്ട് ഈ എഗ്രിമെൻ്റ് കൊണ്ടുപോയി നിങ്ങൾ ബാക്കിയുള്ള ആശുപത്രിയിൽ മേടിച്ചോ. അതല്ലാതെ ബാക്കി 36 ആശുപത്രിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ 6 ആശുപത്രിയിലെ സമരം നീട്ടുന്നത് നീതികേടാണെന്ന് പറഞ്ഞിട്ട് അവരത് അംഗീകരിക്കാതെ കളക്ടറെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുകയും ഈ 6 ആശുപത്രിയിലല്ലാതെ എഗ്രിമെൻ്റ് അവരും സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. സമരത്തിൽ പോയിട്ട് കിട്ടുന്നത് മാനേജ്മെൻറ്റ് തരാൻ തയ്യാറല്ലെങ്കിൽ സമരം ചെയ്യല്ലാതെ വേറൊരു ഓപ്ഷനില്ല. ഇപ്പം ഞങ്ങൾ ഒരു ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രി എന്ന് പറയുന്നത് അവശ്യ സർവീസായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവശ്യ സർവീസ് സ്ഥാപനങ്ങൾ നിയമങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. നിയമം പാലിക്കാൻ കഴിയില്ലാത്തവർ അവശ്യ സർവീസ് നടത്താനും പാടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കളക്ടറോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ആശുപത്രിയിൽ നടന്നിട്ടുള്ള തൊഴിൽ നിയമലംഘനങ്ങൾ ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സ, ഈ ചോദ്യം നിങ്ങൾ പലവട്ടം കളക്ടറോട് ചോദിച്ചല്ലോ. കളക്ടറുടെ മറുപടി എന്തായിരുന്നു? കളക്ടർ ഇപ്പോൾ അവസാനം ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരത്തിൻ്റെ ഭാഗമായി ഞാൻ ഈ ആശുപത്രി പൂട്ടാൻ നിർദ്ദേശം കൊടുക്കാമെന്നല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ കളക്ടർ ഭാഗത്തു നിന്നില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിയമം പാലിക്കാൻ പറ്റുന്നതിലും പൂട്ടട്ടെ. കാരണം ആളുകളെ പറ്റിച്ചുകൊണ്ട് നഴ്സുമാരാണെന്നുള്ള വ്യാജേന നഴ്സിംഗ് യൂണിഫോം ഇട്ട് ഒരുപാട് ആളുകൾ അവിടെ ജോലിക്ക് വെച്ചിട്ട് രോഗികളിൽ നിന്ന് നഴ്സിംഗ് ചാർജും മേടിച്ചിട്ട് പ്രോപ്പർ സർവീസ് കൊടുക്കാത്ത ഇത്തരം സ്ഥാപനങ്ങൾ. മന്ത്രിമാരോടൊക്കെ തന്നെ ഈ പ്രശ്നം പറഞ്ഞില്ലേ? അവരൊന്നും ഇതിൽ ഇടപെട്ടില്ലേ? മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ നടക്കുന്നുണ്ടെങ്കിലും ഈ 2 യൂണിയനുകളെ മാനേജ്മെൻ്റ് അല്ല ഇപ്പോൾ സമരത്തെ എതിർത്ത് പറയുന്നത്. മാനേജ്മെൻറ്റ് പറയുന്നത് ഞങ്ങൾ സമ്മതിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച ദിവസം കളക്ടർ മുമ്പിൽ ധാരണ ഉണ്ടാക്കി ഇതൊക്കെ സംഘടന CITUം BMS ആണ് ഈ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി എഗ്രിമെൻ്റ് ഒപ്പിടാൻ സമ്മതിക്കാത്തത്. മാനേജ്മെൻറ്റ് എല്ലാ ദിവസവും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. കൊയിലി ഹോസ്പിറ്റൽ ഒഴികെ ബാക്കി എല്ലാവരും ഈ എഗ്രിമെൻ്റ് ഒപ്പിടാൻ തയ്യാറായി വന്നപ്പോഴും മാനേജ്മെൻറ്റിന് വേണ്ടി സംസാരിക്കുന്നത് CITUം BMS ആണ്. നഴ്സുമാരെങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള നിലപാട് എടുക്കുന്നവരാണ്. നിങ്ങൾ അവരുടെ നേതൃത്വത്തെ സമീപിച്ചല്ലേ? CPM നേതൃത്വത്തെ സമീപിച്ചല്ലേ? CPM ജില്ലാ സെക്രട്ടറിയെ ഞങ്ങൾ സമീപിച്ചിരുന്നു. ഇവിടുത്തെ മഹിളാ നേതാക്കളെയും ഞങ്ങൾ സംസാരിക്കാൻ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിനു മുമ്പ് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എളമരം കരീം സഖാവുമായിട്ടും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു.
ഈ വിഷയം CITU ആണ് ഇടങ്കോലിടുന്നത്. ന്യായമായിട്ടൊരു സമരത്തെയാണ് അവരിങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകാൻ മാനേജറിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിലൂടെ അതായത് CITUവിൻ്റെ ആശുപത്രി മേഖലയിൽ സംസ്ഥാന നേതാവാണ് ഈ സമരം അനാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉൾപ്പെടെ ആളുകളെ കൊണ്ട് ഒപ്പിടിയിച്ചുകൊണ്ട് കളക്ടർക്ക് പരാതി കൊണ്ടു കൊടുത്തു. അതിൻ്റെ അടക്കം ഫോട്ടോ അടക്കം ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇടപെടാമെന്നുള്ളൊരു വാക്കല്ലാതെ ഇവരെ പിന്തിരിപ്പിക്കുന്ന ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഇടത് യുവജന സംഘടന, അതായത് DYFI ഉൾപ്പെടെ സംഘടനകൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി പ്രഖ്യാപിച്ച് ഈ സമരപന്തൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ CPM ഈ കാര്യത്തിൽ നിങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? മഹിളാ അസോസിയേഷനും ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന്. അല്ല, ഇതിൽ CITUവിനെ മറികടന്ന് ചെയ്യാൻ പാർട്ടി സംവിധാനം അനുവദിക്കുന്നില്ല എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയാണ് നമ്മൾ ബന്ധപ്പെടുന്ന പാർട്ടി നേതൃത്വത്തിൽ നിന്ന് വരുന്നത്. അതിൽ ഞങ്ങൾക്ക് അവരോട് CITU തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തുന്നതിന് പകരം അവരോടൊപ്പം നിൽക്കുകയല്ല വേണ്ടതെന്നാണ് ഞങ്ങൾക്ക് ഈ നഴ്സുമാരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ ഇനി നടക്കാനുണ്ടോ? അല്ല, ഇന്നലെ കളക്ടർ അവസാനം പറഞ്ഞത് സമരം ചെയ്യുന്ന നഴ്സുമാരും ആശുപത്രി ഉടമകളും മാത്രമായിട്ട് ബയലാട്രൽ അഗ്രിമെൻ്റ് പോലെ ഒപ്പിടാമെന്നുള്ള രീതിയിലാണ് ഇന്നലെ അവസാനിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കളക്ടർ തിരക്കാണ്, ഞാൻ പോയിരുന്നു. അപ്പോൾ അതിലെന്താണ് ഇനി ഉച്ച കഴിയുമ്പോഴാണ്. റവന്യൂ മന്ത്രി തന്നെ ഇവിടെ വന്നിട്ടുണ്ടോ? മന്ത്രിയോടും ഈ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മന്ത്രി ഇന്നലെ ഗസ്റ്റ് ഹൗസിൽ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർശന നിർദ്ദേശം കൊടുക്കാമെന്നല്ലാതെ ആ നിർദ്ദേശത്തിന് പുറത്ത് നടപടികൾ വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. എന്താണ് ഇങ്ങനെ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങളുടെ ഒരു പ്രയാസം അത് ഏത് രീതിയിലാണ്? എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ലോൺ എടുത്തും പിന്നെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. എത്രയും വേഗം ഈ സമരം നല്ല രീതിയിൽ അവസാനിപ്പിക്കണം തന്നെയാണ് ആഗ്രഹം. എന്തായാലും വലിയ പ്രയാസത്തിൽ കഴിഞ്ഞ 2 മാസത്തിലധികമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണോ? പ്രയാസത്തിലാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. 2 മാസമായാലും ഇപ്പം ശമ്പളം ഇല്ലാത്തത്. പറയുന്നതല്ലാതെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുന്നില്ല. പ്രയാസം ഇവിടെ തന്നെയാണോ? രാവു പകലും ഇവിടെ തന്നെ സമരമാണല്ലേ? ഇവിടെ തന്നെയാണ്. വീട്ടിലായാലും സമ്മർദ്ദങ്ങളുണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ മിനിമം വേതനം പ്രഖ്യാപിച്ചിട്ടും ഇന്ന് വരെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ തൊഴിൽ നഴ്സിംഗ് പണിയെ മതിയാക്കൂ എന്നാണോ പറയുന്നത്? ഇല്ല, തൊഴിൽ വകുപ്പ് പോലും നമ്മുടെ ഭാഗത്തുനിന്ന് നിന്നിട്ടല്ല സംസാരിക്കുന്നത്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് CITUവിനെ വിളിച്ചിട്ട് CITU നമ്മളെ ഇതിന് വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, സമരത്തിന് തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പ്രയാസം തന്നെയാണ്. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പ്രയാസമാണ്. ഇപ്പോൾ 60 ദിവസമായില്ല നമ്മൾ ഈ സമരത്തിലിരിക്കുന്നത്. ഈ സമരം തകർക്കാൻ CITU BMS എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നത്. എന്തായാലും CITUവിനും BMSനും എതിരെയാണ് നഴ്സുമാരുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നത്. നിങ്ങൾ ഈ സമരത്തെ അനുകൂലിച്ചില്ലെങ്കിൽ കൂടി ഇത് കലക്കാനുള്ള ഒരു ശ്രമം ഈ സംഘടനകളുടെ ഭാഗത്തു നിന്ന്, തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നാണ്. ഇപ്പോൾ കഞ്ഞി ഇവിടെ റെഡിയാവുകയാണ്. കഞ്ഞി വെച്ചുകൊണ്ടുള്ള ഒരു കാര്യം. ഇന്ന് കഞ്ഞിയാണല്ലേ? അതെ അതെ അതെ. എന്താണ് കഞ്ഞിയും പയറും? കഞ്ഞിയും പയറും കൂടി മുട്ടുന്ന അവസ്ഥയിലേക്കാണോ ഇങ്ങനെ സമരം നീളുമ്പോൾ ഉണ്ടാവുക? ഇനി ഇന്നും കൂടി ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുക. ഒന്നും ഉണ്ടാകാത്ത അവസ്ഥയാണ്. ഇപ്പോൾ എന്താണ് ഒരു എന്തെങ്കിലും ഒരു തീരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? അത് ഇന്നലെ തുടങ്ങിയില്ലേ. നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ ദിവസവും രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്നത്. രാത്രി തിരിച്ചു പോകുമ്പോൾ എന്ന് പറയട്ടെ ചിലരൊക്കെ കരഞ്ഞും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. കാരണം ജീവിതം ഒന്നുമില്ലാണ്ട് മുട്ടി നിൽക്കുന്ന അവസ്ഥയാണല്ലോ. എന്തായാലും വലിയ പ്രയാസം തന്നെ. ഈ കഞ്ഞി കൂടി നിങ്ങൾ മുട്ടിക്കരുത് എന്നൊരു അപേക്ഷയാണ് നഴ്സുമാർക്കൊക്കെ ഉള്ളത്. ഇന്നുകൂടി ഇങ്ങനെ ഈ കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തിട്ടുള്ളത്. എന്തായാലും CITUവും BMSും ഈ 2 സംഘടനകളും ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപമാണ് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഉന്നയിക്കുന്നത്. ആ വിഷയത്തിൽ പാർട്ടി ഇടപെടണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. ഈ നഴ്സുമാർ ആവശ്യപ്പെടുകയാണ് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. കളക്ടർ ഈ പ്രശ്നത്തിൽ ഒന്നുകൂടി കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗം
കേൾക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഈ നഴ്സുമാർ ഉന്നയിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.